കായംകുളത്തെ തൂണിന്മേലുള്ള ഉയരപ്പാത സംബന്ധിച്ച് അനുകൂല തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു. 8 സ്പാനുകളിലുള്ള ഉയരപ്പാത അനുവദിച്ചെങ്കിലും 2.8 കിലോമീറ്ററോളം ഭാഗത്ത് ഉയരപ്പാത വേണമെന്ന് ആവശ്യവുമായാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കായംകുളത്തെ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഉയരപാത നിർമ്മിക്കുവാൻ കേന്ദ്രം അനുമതി നൽകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു CDNet ന്യൂസിനോട് പറഞ്ഞു. കായംകുളത്തെ ദേശീയപാതയിൽ ഉയരപ്പാത സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ജനപ്രതിനിധിയായതിനു ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും നേരിൽ കണ്ടത്. എനിക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. നമ്മൾ ആദ്യം 8 സ്പാനോളം അനുവദിച്ചു. ബാക്കി മുഴുവൻ സ്ഥലങ്ങളിലും നമ്മൾ നിർദ്ദിഷ്ട ഉയരപ്പാത, അതായത് ഏകദേശം 3 കിലോമീറ്ററിനടുത്ത് സ്ഥലത്ത് 8 കിലോമീറ്റർ 2.8 കിലോമീറ്റർ തന്നെ വരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം തന്നെ അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. നേരത്തെ തന്നെ യഥാർത്ഥത്തിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ മുൻകാലങ്ങളിൽ നടന്നിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഫലപ്രദമായേനെ. ഇതിപ്പോൾ കോടിക്കണക്കിന് രൂപയോട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അടുത്ത 50 വർഷക്കാലത്തേക്ക് കായംകുളത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കരുത് എന്നുള്ള തീരുമാനമാണ് ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് ഉള്ളത്. അപ്പോൾ അത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്നത് ഉയരപാത മാത്രമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അനുകൂല തീരുമാനങ്ങളാണ് വരുന്നത് എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. 8 സ്പാനുകൾക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുണ്ട്. 2.8 കിലോമീറ്റർ ദൂരത്തിൽ മുഴുവൻ പ്രദേശത്തും ഉയരപാത വേണമെന്ന് തന്നെയാണ് താൻ ആവശ്യപ്പെടുന്നതെന്നും വരുന്ന 50 വർഷക്കാലത്തെ കായംകുളത്തിന്റെ വികസനത്തെയും പുരോഗതിയെയും തടസ്സപ്പെടുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.